ഞാൻ ഷീജ നെടിയാക്കൽ. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് വെണ്ടയ്ക്ക പപ്പസാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് വെണ്ടയ്ക്ക 8-10 എടുത്ത് നമ്മൾ നടുക്ക് ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞത്. അതിനാണ് 2 സവാള, ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി, 3-4-5 അല്ലി ഇഞ്ചി വെളുത്തുള്ളി, 1 തക്കാളി, 2 പച്ചമുളക്. ഇത്രയാണ് സാധനങ്ങളാണ് നമുക്ക് വേണ്ടുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഒരു പാനിലെടുത്ത് വെക്കാം, സ്റ്റൗ കത്തിക്കാം. നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാവണം. ചൂടായിട്ട് നമുക്ക് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ വെണ്ടയ്ക്ക, ഈ അരിഞ്ഞ് വെച്ചേക്കനെ നുറുക്കി വെച്ചേക്കനെ വെണ്ടയ്ക്ക അതിനകത്തോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്നത് പറയുന്നത് അതിൻ്റെ കൊഴുപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഉടനെ ഒരുമാതിരി കൊഴുകൊഴാൻ ഇരിക്കുക. ആ കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെണ്ടയ്ക്ക വറുത്തെടുക്കുന്നത്. നല്ലതായിട്ട് ഒന്ന് വഴണ്ടിട്ടുണ്ട്, നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ നല്ലതായിട്ടൊന്ന് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ഇതിൻ്റെ കൊഴുപ്പും പോവും. ഇത് നമ്മൾ അതിനകത്തിടുമ്പോൾ കറിക്കകത്തിടുമ്പം കൊഴുപ്പൊക്കെ പോയിട്ട് പൊടിയാതെ അതുപോലെ കിടന്നോളും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കൊഴുപ്പൊക്കെ മാറും, കൊളസ്ട്രോൾ ഒന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ഇനി എണ്ണയുണ്ട്, ഇതിനകത്തോട്ട് അല്പം കടുകിടാം. കടുക് പൊട്ടി നമുക്ക് അതിനകത്തോട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം. ചെറുതായിട്ട് പച്ചച്ചവയൊന്ന് മാറണം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഈ പച്ചമുളക് ഇടാം. ഇനി പച്ചമുളക് അതൊക്കെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറണം. ഞാൻ 3 പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് പിന്നെ അത് നടുക്ക് മുറിച്ചെടുത്തതാണ്. അപ്പോൾ പിന്നെ സവാള ഇടാം. 2 സവാള കുഞ്ഞായിട്ട് ചീകി അരിഞ്ഞതാണ്. നമുക്കൊരു അല്പം ഉപ്പിടാം. ആ സവാള ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് മാത്രം അല്പം ഉപ്പിടാം. നമുക്ക് കരിയാപ്പില ഇടാം. നമുക്ക് അതിനകത്തോട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇടാം. നമുക്കൊന്ന് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തക്കാളി അതിനകത്തോട്ടിടാം. തക്കാളി എല്ലാം ഒന്ന് വഴണ്ടിട്ടുണ്ട്. നമുക്കതിനകത്തോട്ട് മസാലകളൊക്കെ ഒന്ന് ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം ഇച്ചിരി കുരുമുളക് പൊടി ഇടാം. തോനെ വേണ്ട, ഞാൻ 1/2 സ്പൂണേ ഇടുന്നുള്ളൂ. ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട്. അതിനുശേഷം അതിനകത്തോട്ട് 1/2 സ്പൂൺ മുളക് പൊടി ഇടാം. നമുക്ക് 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടാം. നമുക്ക് അതിനകത്തോട്ട് 1/2 സ്പൂൺ മീറ്റ് മസാല ഇടാം. അതിനകത്തോട്ട് അല്പം ഗരം മസാലയും ഇടാം. നമുക്കൊന്ന് മിക്സാക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കാം. സിമ്മിൽ വെക്കണം ഫ്ലെയിം, ഇല്ലെങ്കിൽ പൊടി അങ്ങ് കരിഞ്ഞു പോവും. അതിനകത്തോട്ട് നമുക്ക് ഈ വറുത്ത് വെച്ചിരുന്ന വെണ്ടയ്ക്കയില്ലേ, നമുക്ക് അതുകൂടെ ആഡ് ചെയ്യാം. എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. എടുത്ത് വെച്ചാൽ 2ാം പാൽ നമുക്ക് കുടിക്കാം.
എന്നിട്ട് അല്പനേരം ഒന്ന് കിടന്ന് തിളച്ച് ഒന്ന് മസാല എല്ലാത്തിനും അതൊന്ന് പറ്റണം. അതിന് ശേഷം നമുക്ക് ഒന്നാം പാലൊഴിക്കാം. നമുക്ക് ആ ഉപ്പ് എങ്ങനെ ഉണ്ടോയെന്ന് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർക്കണം. പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് ഒന്ന് തിളപ്പിക്കണം. നമുക്കൊരു 5 മിനിറ്റ് വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഇതെല്ലാം നല്ലതായിട്ട് ചാറൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇതായിട്ട് അങ്ങ് വാങ്ങാം. നമുക്കൊന്ന് തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക പപ്പാസ് റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ പാകത്തിനുണ്ടോയെന്ന് നോക്കണം. ഇതിന് കറക്റ്റ് ഉപ്പ് പാകത്തിനുണ്ട്. നന്നായിട്ട് ഉപ്പും നല്ല മണവും നിറച്ച് മസാലയുടെയൊക്കെ നല്ല മണവും ഒക്കെ ഉണ്ട്. നല്ല പ്രത്യേകം നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. പ്രത്യേക രീതിയിലാണ്. എപ്പോഴും നമ്മളാണെങ്കിൽ പപ്പാസ് കറി ഉണ്ടാക്കുന്ന കിഴങ്ങ് പപ്പാസ്, ഗ്രീൻ പീസ് പപ്പാസ് അങ്ങനെയൊക്കെയുള്ള കറികളാണ് വെക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊരു വെണ്ടയ്ക്ക വെച്ച് ഒരു പപ്പാസ് കറി ഉണ്ടാക്കിയാൽ ഒരു വെറൈറ്റി ആയിട്ട്. ഇത് ഒരു വട്ടം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളിത് വെക്കും. വെണ്ടയ്ക്ക പപ്പാസ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഒരു വട്ടം വെച്ച് നമ്മൾ എപ്പോഴും അത് വെച്ച് നോക്കും. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാവുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.